നമസ്കാരം. ക്യൂ മലയാളി UK ന്യൂസിലേക്ക് സ്വാഗതം. 2025 ലേബർ സർക്കാർ ഒരു ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് പ്ലാറ്റ്ഫോം അവതരിപ്പിക്കാൻ പദ്ധതിയിടുന്നു. യുകെയിലെ എല്ലാ ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകളെയും ബാധിക്കുന്ന ഒരു പ്രധാന അപ്ഡേറ്റ് ഡ്രൈവർ ആൻഡ് വെഹിക്കിൾ ലൈസൻസിംഗ് ഏജൻസി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എന്നാൽ ഈ മാറ്റത്തെക്കുറിച്ച് ഭൂരിഭാഗം ഡ്രൈവർമാർക്കും അറിവില്ല. ഈ വർഷം ലേബർ സർക്കാർ അവതരിപ്പിക്കുന്ന ഡിജിറ്റൽ ഡ്രൈവിംഗ് ലൈസൻസ് സംവിധാനത്തിലൂടെ ഫോട്ടോ കാർഡ് ലൈസൻസ് സ്മാർട്ട് ഫോണിൽ പ്രദർശിപ്പിക്കാൻ സാധിക്കും. ഇതുവഴി ഫിസിക്കൽ ലൈസൻസ് കയ്യിൽ കരുതേണ്ട ആവശ്യമില്ലാതാകും. ഈ ഡിജിറ്റൽ സേവനം gov.uk ആപ്പ് വഴി ഈ സമ്മർ മുതൽ ആരംഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ജനുവരിയിൽ പ്രഖ്യാപിച്ച ഈ മാറ്റത്തെക്കുറിച്ച് 1000 പേർ പങ്കെടുത്ത സർവേയിൽ 57% പേർക്കും അറിവില്ലെന്ന് കണ്ടെത്തി. 43% പേർ മാത്രമാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നത്. ഈ അജ്ഞത ഭാവിയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചേക്കുമെന്ന് റെച്ച് ട്രാൻസ്ഫേഴ്സ് CEO മാർക്ക് ട്രിംബി മുന്നറിയിപ്പ് നൽകി. ഈ ഡിജിറ്റൽ സംവിധാനം ബാങ്കിംഗ്, ബോർഡിംഗ് പാസ് തുടങ്ങിയവയ്ക്ക് സമാനമായി ദൈനംദിന ജീവിതത്തെ കൂടുതൽ സൗകര്യപ്രദമാക്കുമെങ്കിലും ഈ മാറ്റത്തിന്റെ പ്രാധാന്യവും സുരക്ഷയും ഉറപ്പാക്കേണ്ടത് അനിവാര്യമാണ്. ലീഡ്സിൽ മലയാളി വിദ്യാർത്ഥിനി കാറിടിച്ച് മരിച്ച സംഭവത്തിൽ നഴ്സിന് 9 വർഷം തടവ്. 2023 ഫെബ്രുവരി 22 ലീഡ്സിൽ ബസ് കാത്തു നിൽക്കവേ മലയാളി വിദ്യാർത്ഥിനിയായ ആതിര അനിൽകുമാർ കാറിടിച്ചു മരിച്ച സംഭവത്തിൽ അമിത വേഗത്തിൽ കാർ ഓടിച്ചിരുന്ന നഴ്സ് കുറ്റക്കാരിയെന്ന് കോടതി കണ്ടെത്തി. റൊമീസ അഹമ്മദ് എന്ന 27-കാരിക്ക് ലീഡ്സ് ക്രൗൺ കോടതി 9 വർഷം തടവും 11 വർഷത്തെ ഡ്രൈവിംഗ് വിലക്കും വിധിക്കുകയായിരുന്നു. അമിത വേഗത്തിൽ വാഹനം ഓടിച്ചത് മരണത്തിന് കാരണമായെന്നും അപകടകരമായ ഡ്രൈവിംഗിലൂടെ ഗുരുതരമായി പരിക്കേൽപ്പിച്ചെന്നും പ്രതി കുറ്റം സമ്മതിച്ചു. മേജർ കൊളീഷൻ എൻക്വയറി ടീം നടത്തിയ അന്വേഷണത്തിൽ അപകട സമയത്ത് പ്രതി മൊബൈൽ ഫോണിൽ സ്നാപ്ചാറ്റ് ആപ്പും മ്യൂസിക് ആപ്പും ആക്സിഡന്റിന് തൊട്ടുമുൻപ് ഉപയോഗിച്ചിരുന്നതായും കണ്ടെത്തിയിരുന്നു. അപകടത്തിൽ 42-കാരനായ മറ്റൊരാൾക്കും പരിക്കേറ്റിരുന്നു. 40 മൈൽ വേഗപരിധിയിലുള്ള റോഡിൽ കാർ ഓടിച്ചിരുന്നത് 60 മൈൽ സ്പീഡിലായിരുന്നു. സംഭവം നടക്കുന്നതിന് 1.5 മാസം മുൻപാണ് ആതിര പഠനത്തിനായി യുകെയിലെത്തിയത്. ഇനി ഇന്നത്തെ പത്രങ്ങളിലെ ഒന്നാം പേജുകളിലെ പ്രധാന വാർത്തകൾ. അധ്യാപകരും നഴ്സുമാരും ഉൾപ്പെടെ ദശലക്ഷക്കണക്കിനുള്ള പൊതുമേഖലാ ജീവനക്കാർക്ക് 4% വരെ ശമ്പള വർധനവ് ലഭിക്കണമെന്ന് റേച്ചൽ റീവ്സിനോടും മറ്റ് മന്ത്രിമാരോടും പറഞ്ഞിട്ടുണ്ടെന്ന് ടൈംസ് പറയുന്നു. കോസ്റ്റ് ഓഫ് റെഗുലേഷൻ കുറയ്ക്കുമെന്ന് ലേബർ പാർട്ടി വാഗ്ദാനം ചെയ്തിരുന്നുവെങ്കിലും 100 കണക്കിന് പൊതുമേഖലാ ഉദ്യോഗസ്ഥർക്ക് കഴിഞ്ഞ വർഷം സർ കീർ സ്റ്റാർമറിനേക്കാൾ കൂടുതൽ ശമ്പളം ലഭിച്ചതായി ഡെയിലി മെയിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ബ്രിട്ടനിലെ ഏറ്റവും വലിയ ഡിഫൻസ് സ്ഥാപനങ്ങൾ തങ്ങളുടെ ജീവനക്കാർക്ക് ചൈനീസ് നിർമ്മിത ഇലക്ട്രിക് വാഹനങ്ങളുമായി ഫോണുകൾ ബന്ധിപ്പിക്കരുതെന്ന് മുന്നറിയിപ്പ് നൽകുന്നുണ്ടെന്ന് ദി ഐ പേപ്പർ റിപ്പോർട്ട് ചെയ്യുന്നു. വീടില്ലാത്തവരെ പാർപ്പിക്കുന്നതിന് സ്വകാര്യ വീട്ടുടമസ്ഥരും ഹോട്ടൽ ഉടമകളും കൗൺസിലുകളിൽ നിന്ന് മാർക്കറ്റ് വാടകയേക്കാൾ വളരെ ഉയർന്ന തുക ഈടാക്കുന്നുണ്ടെന്ന് ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നു. നിയമപരമായ കുടിയേറ്റത്തിന് പുതിയ നിയന്ത്രണങ്ങൾ സർ കീർ സ്റ്റാർമർ പ്രഖ്യാപിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഡെയിലി ടെലിഗ്രാഫ് പറയുന്നു. ഈ ആഴ്ച യുകെയിൽ ആഫ്രിക്കയേക്കാൾ ചൂട് കൂടുതലായിരിക്കുമെന്ന് ഡെയിലി സ്റ്റാർ. കാരണം താപനില 29 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തും. യൂറോപ്യൻ യൂത്ത് മൊബിലിറ്റി സ്കീമിനുള്ള പദ്ധതികൾ ബ്രെക്സിറ്റ് വഞ്ചനയുടെ തുടർച്ചയാണെന്ന് മുൻ ഹോം സെക്രട്ടറി സുവല്ല ബ്രാവർമാൻ ഡെയിലി എക്സ്പ്രസിനോട് പറഞ്ഞു. അൾട്രാ പ്രോസസ്ഡ് ഭക്ഷണങ്ങളുടെ അമിത ഉപയോഗം മൂലം ആയിരക്കണക്കിന് ആളുകൾ അകാലത്തിൽ മരിക്കാൻ സാധ്യതയുണ്ടെന്ന് സൂചിപ്പിക്കുന്ന ഒരു റിപ്പോർട്ടാണ് മെട്രോ തരുന്നത്. ട്രംപിന്റെ താരിഫുകളുടെ പശ്ചാത്തലത്തിൽ US തുറമുഖങ്ങളും വ്യോമ ചരക്ക് ഗ്രൂപ്പുകളും ചരക്കിൽ ഗണ്യമായ ഇടിവ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് ഫിനാൻഷ്യൽ ടൈംസ് എഴുതുന്നു. ഇതെല്ലാമായിരുന്നു ഇന്നത്തെ പത്രങ്ങളിലെ പ്രധാന വാർത്തകൾ. ഇനി മറ്റു വാർത്തകളിലേക്ക് നോക്കാം. സ്കന്തോർപ്പ് സ്റ്റീൽ പ്ലാന്റ് മാസങ്ങളോളം പ്രവർത്തിക്കാൻ കൽക്കരി ഡെലിവറി എത്തി. സ്കന്തോർപ്പ് സ്റ്റീൽ പ്ലാന്റിന്റെ പ്രവർത്തനത്തിനായി 55,000 ടൺ കൽക്കരി ഡെലിവറി എത്തി. ഇതോടെ യുകെയിലെ ഈ സ്റ്റീൽ പ്ലാന്റിന്റെ പ്രവർത്തനം മാസങ്ങളോളം തുടരാനാകും. സർക്കാർ ഈ നേട്ടത്തെ തൊഴിലവസരങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള വിജയമായി കാണുന്നു. സ്കന്തോർപ്പ് പ്ലാന്റ് ബ്രിട്ടീഷ് സ്റ്റീൽ കമ്പനിയുടെ ഉടമസ്ഥതയിലുള്ളതാണ്. രാജ്യത്തിന്റെ സ്റ്റീൽ ഉൽപ്പാദനത്തിൽ നിർണായക പങ്ക് ഇത് വഹിക്കുന്നു. ബിസിനസ് ആൻഡ് ട്രേഡ് വകുപ്പിന്റെ നിലവിലുള്ള ബജറ്റുകളിൽ നിന്നാണ് കയറ്റുമതിക്കുള്ള പണം നൽകിയതെന്ന് സർക്കാർ അറിയിച്ചു. ഇതോടെ 2700 സ്റ്റീൽ തൊഴിലാളികളെ പിരിച്ചുവിടുന്നതിനുള്ള കൺസൾട്ടേഷൻ പദ്ധതി ബ്രിട്ടീഷ് സ്റ്റീൽ റദ്ദാക്കി. കൂടാതെ 66,000 ടണ്ണിലധികം ഇരുമ്പയിര് പെല്ലറ്റുകളും 27,000 ഇരുമ്പയിര് ഫൈനുകളും അടുത്തയാഴ്ച സ്വീഡനിൽ നിന്ന് എത്തും.
ലീഡ്സ് ആക്രമണത്തിന് ശേഷമുള്ള ഫേസ്ബുക്ക് കൂട്ടക്കൊല പോസ്റ്റുകൾ കൗണ്ടർ ടെററിസം പോലീസ് പരിശോധിക്കുന്നു. ലീഡ്സ് ആക്രമണത്തിൽ പരിക്കേറ്റ 2 സ്ത്രീകളെയും ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്ന സ്ത്രീകളുടെ പരിക്കുകൾ ജീവന് ഭീഷണിയുള്ളതല്ലെന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. 19ഉം 31ഉം വയസ്സുള്ള സ്ത്രീകളിൽ ഒരാളെ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജും ചെയ്തു. സംഭവത്തിൽ ഒരു 38 വയസ്സുകാരനെ പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു. ഇംഗ്ലണ്ടിലെ വെസ്റ്റ് യോർക്ക്ഷയറിലെ ഒട്ടേറെ മലയാളികൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലമാണ് ലീഡ്സ്. വസ്ത്ര വ്യവസായത്തോട് ബന്ധപ്പെട്ട നിരവധി ഫാക്ടറികളും മില്ലുകളും കൂടാതെ 10ഓളം ഹോസ്പിറ്റലുകളുമാണ് ഇവിടെയുള്ളത്. അതുകൊണ്ട് തന്നെ ആരോഗ്യ മേഖലയിൽ ജോലി ചെയ്യുന്ന ഒട്ടേറെ മലയാളികളും ലീഡ്സിലുണ്ട്. കഴിഞ്ഞ ദിവസം ക്രോസ്ബോ എന്ന ആയുധം ഉപയോഗിച്ച് 2 സ്ത്രീകളെ ഒരു പുരുഷൻ ആക്രമിച്ചത് UK-യിലെങ്ങും വൻ വാർത്തയായിരുന്നു. സംഭവത്തിന്റെ ഗൗരവം പരിഗണിച്ച് അന്വേഷണം ഏറ്റെടുക്കുന്നതായി നോർത്ത് ഈസ്റ്റ് കൗണ്ടർ ടെററിസം പോലീസ് അറിയിച്ചു. അക്രമിയെക്കുറിച്ചും ഇരകളെക്കുറിച്ചുമുള്ള കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിട്ടില്ല. ലീഡ്സിൽ നടന്ന സംഭവം അതീവ ഗൗരവമുള്ളതാണെന്ന് ആഭ്യന്തര സെക്രട്ടറി യവൻ കൂപ്പർ പറഞ്ഞു. മലയാളി യുവതി ലണ്ടനിൽ നിര്യാതയായി. കോട്ടയം വാകത്താനം ചക്കുപുരയ്ക്കൽ ഗ്രിഗറി ജോണിന്റെ ഭാര്യ നിത്യ മേരി വർഗീസാണ് മരിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് നിത്യ നാട്ടിൽ നിന്നും അവധിക്ക് ശേഷം മടങ്ങിയെത്തിയത്. ഹൈദരാബാദിലാണ് നിത്യയുടെ കുടുംബം താമസിക്കുന്നത്. അവിടെ നിന്നും മടങ്ങിയെത്തിയ ശേഷം ശാരീരിക ബുദ്ധിമുട്ടുകളെ തുടർന്ന് ആശുപത്രിയിൽ ചികിത്സ തേടുകയായിരുന്നു. ശനിയാഴ്ച പുലർച്ചെ ആശുപത്രിയിൽ വെച്ചായിരുന്നു മരണം. സംസ്കാരം പിന്നീട്. NHS ആപ്പ് വിപുലീകരണം കാത്തിരിപ്പ് സമയം കുറയ്ക്കുന്നു. NHS ആപ്പിന്റെ വിപുലീകരണം വഴി 15 ലക്ഷം അപ്പോയിന്റ്മെന്റുകൾ റദ്ദാക്കുന്നത് തടഞ്ഞതായി UK മന്ത്രിമാർ വെളിപ്പെടുത്തി. ഇത് ശസ്ത്രക്രിയകൾക്കും മറ്റ് അപ്പോയിന്റ്മെന്റുകൾക്കുമുള്ള കാത്തിരിപ്പ് സമയം കുറയ്ക്കാൻ സഹായിച്ചതായി NHS ഇംഗ്ലണ്ടിന്റെ വിശകലനം കാണിക്കുന്നു. പ്രധാനമന്ത്രി സർ കീർ സ്റ്റാർമർ ആപ്പിന്റെ വ്യാപനം വേഗത്തിലാക്കാനുള്ള സർക്കാർ നടപടികൾ മുൻ ഭരണകൂടങ്ങളുടെ കീഴിൽ കുടുങ്ങിക്കിടന്നിരുന്ന ഇരുണ്ട യുഗങ്ങളിൽ നിന്ന് NHSനെ മോചിപ്പിച്ചുവെന്ന് പറഞ്ഞു. ഈ വർഷം ആദ്യം 20 ലക്ഷം അധിക അപ്പോയിന്റ്മെന്റുകൾ നൽകാനും രോഗികൾക്ക് കൂടുതൽ ഫ്ലെക്സിബിലിറ്റി നൽകാനും ലക്ഷ്യമിട്ട് മന്ത്രിമാർ ആപ്പിന്റെ ഉപയോഗം വിപുലീകരിക്കാനുള്ള പദ്ധതികൾ പ്രഖ്യാപിച്ചിരുന്നു. 2024 ജൂലൈ മുതൽ ആപ്പ് 15 ലക്ഷം അപ്പോയിന്റ്മെന്റുകൾ റദ്ദാക്കുന്നത് തടഞ്ഞു. ഇത് ഏകദേശം 5.7 ദശലക്ഷം മണിക്കൂർ ജീവനക്കാരുടെ സമയം ലാഭിക്കാൻ സഹായിച്ചതായി കരുതുന്നു. തപാൽ ചെലവിൽ 5.2 മില്യൺ പൗണ്ട് ലാഭിച്ചു. ആപ്പ് രോഗികൾക്ക് സേവനങ്ങൾ വേഗത്തിൽ ലഭ്യമാക്കുകയും ഡോക്ടർമാർക്കും നഴ്സുമാർക്കും ചികിത്സയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സമയം നൽകുകയും ചെയ്യുന്നുവെന്ന് ആരോഗ്യമന്ത്രി വെസ് ട്രീറ്റിംഗ് പറഞ്ഞു. ഡോക്ടർ പേഷ്യന്റ് സംഘടനകൾ ഇതിനെ സ്വാഗതം ചെയ്തു. എന്നാൽ ഡിജിറ്റൽ ആക്സസ് ചിലർക്ക് തടസ്സമാണെന്നും ഇംഗ്ലണ്ടിലുടനീളമുള്ള 1400 ലൈബ്രറികളിൽ ഓൺലൈൻ ആരോഗ്യ സേവനങ്ങൾക്കുള്ള പിന്തുണ നൽകുന്ന സംരംഭത്തെ സ്വാഗതം ചെയ്യുന്നുവെന്നും പേഷ്യൻസ് അസോസിയേഷൻ ചൂണ്ടിക്കാട്ടി. ഒരു നല്ല ദിവസം ആശംസിച്ചുകൊണ്ട് ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. എല്ലാ ദിവസവും വാർത്തകൾക്കായി ഫോളോ ചെയ്യണമെന്നും വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി ബെല്ലൈക്കൺ എനേബിൾ ചെയ്യണമെന്നും Q മലയാള UK ന്യൂസ് ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും ഫോളോ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു.